നമുക്ക് നല്ല ദാഹം തോന്നി ഒരു ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചു. ഒരു നാരങ്ങ സോഡയും ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാന്ന് വിചാരിച്ച് നമ്മൾ വന്ന ചേച്ചിമാരോടിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരോട് തന്നെ ആദ്യം പോയി ചോദിച്ചു നോക്കാം എന്താണ് ഇവിടെ ഈ കലോത്സവം ആസ്വദിക്കാനായി എത്തിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഹലോ ഹലോ ടീച്ചേഴ്സിനെ കേട്ടോ നമ്മുടെ കൂടെ കിട്ടിയിരിക്കുന്ന ഒരു കൂട്ടം ടീച്ചേഴ്സ്. ഏത് സ്കൂളത്തെ ആണോ അതോ കോളേജത്തെ ആണോ? പല സ്കൂളുകളിലുള്ള പല സ്കൂളുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ പല സ്കൂളിലെ ടീച്ചർമാരിനെയാണ് എന്തായാലും കിട്ടിയിരിക്കുന്നത്. ഈ ആസ്വദിക്കാൻ വന്നതായിരിക്കും അല്ലേ കലാകാരൻ? കണ്ടായിരുന്നോ പരിപാടികളൊക്കെ? ടാഗോറിൽ നിന്ന് ദഫ്മുട്ട് കണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. നല്ല പ്രോഗ്രാമായിരുന്നു, ദഫ്മുട്ട് നല്ലതായിരുന്നു. ഇവിടെ ഇപ്പൊ മലയപ്പുലയാട്ടം ഉണ്ടോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. ഈ മലയപ്പുലയാട്ടം കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. അപ്പൊ ക്ഷീണം മാറ്റാൻ അപ്പൊ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് അങ്ങ് കയറാന്ന് വിചാരിച്ചാൽ? അതെ. നിങ്ങളുടെ സ്കൂളത്തെ പിള്ളേരാരെങ്കിലും ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളുടെ സ്കൂളിലുണ്ട്. ഞാൻ കോട്ടൺ സ്കൂളാണ്. കോട്ടൺ സ്കൂളിൽ നിന്നുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു പ്രോഗ്രാം. ഏതായിട്ടായിരുന്നു? ഇന്നലത്തെ ഏതായിരുന്നു? പണിയ നിർത്തായിരുന്നു. കുട്ടികൾക്ക് വല്ലതും കിട്ടിയായിരുന്നോ? എ ഗ്രേഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടാൻ അറിയാലോ ടീച്ചേഴ്സിനൊക്കെ. അപ്പൊ നമുക്കൊരു പാട്ടങ്ങ് പാടല്ലേ? എനിക്കും പാടാനൊന്നും അറിയില്ല, ഞാനും നിങ്ങളുടെ കൂടെ ഏറ്റു പാടാം. അപ്പൊ ഓക്കെ, പാടല്ലേ? ശരി. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ അരുമ സഹിതനദര കാന്തിയോ ഓമനേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ. നിശാഗന്ധിയിലും അതുപോലെ തന്നെ ടാഗോർ തിയേറ്ററിലും പ്രധാന വേദിയിലും ഒക്കെയായി നിരവധി പേരാണ് ഇങ്ങനെ വിവിധ കലാമത്സരങ്ങൾ കാണാൻ വേണ്ടി മാത്രമായി എത്തുന്നത്. ഇപ്പോൾ വിഷ്ണു കരുണാകരൻ അവിടെ പുതിയൊരു അതിഥിയുമായി തയ്യാറാണ്. വിഷ്ണു, ഇത്തവണ ഏത് വിഭാഗത്തിൽ നിന്നുള്ള ആളെയാണ് കൂടെ കൂട്ടിയിരിക്കുന്നത്?